നമ്മളിൽ പലർക്കും പ്രവർത്തന വൈകല്യമുള്ളവരാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവും അർത്ഥവത്തായ കാര്യങ്ങളുണ്ടാവും. അത് മൂല്യബോധത്തോടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയെങ്കിലും കൂടി അത് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് കുറവുണ്ട്. അത് നമ്മളുടെ കഴിവിലുള്ള വിശ്വാസക്കുറവാണ്. നമ്മളെപ്പോഴും നമ്മൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മളായിരിക്കണം. നമ്മളുടെ കഴിവിനെ മെച്ചപ്പെടുത്തുക, എന്നും നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കഴിവിനും നമ്മൾക്ക് പഠിക്കാനുള്ള സമയം, നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നമ്മളുള്ള കഴിവിനെ മെച്ചപ്പെടുത്തുക, അതിനെ ഓരോ ദിവസവും കൂടുതൽ നല്ലതാക്കി അതിലൊരു മാസ്റ്റർ ആവുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ പ്രവർത്തന വൈകല്യത്തെ മറികടക്കാൻ കഴിയും. നമ്മൾക്ക് നമ്മളുള്ളിലെ കോൺഫിഡൻസ് കുറവ് കൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മളുടെ ഏറ്റവും ബെസ്റ്റായി മാറ്റുക. ഇന്നലെയുള്ള നമ്മളിൽ നിന്നും ഇന്ന് നമുക്ക് എന്ത് ചേഞ്ച് നമ്മളിൽ കൊണ്ടുവരാൻ കഴിയുന്നത് നോക്കിയിട്ട് നമ്മളെ തന്നെ മികച്ചതാക്കുക. നമ്മളൊരിക്കലും നമ്മളെ മറ്റൊരാളുടെ കമ്പയർ ചെയ്യാതെ നമ്മൾ തന്നെയായിട്ട് കമ്പയർ ചെയ്യുക. നമ്മളുടെ ഇന്നലെയിൽ നിന്നും ഇന്നത്തേക്ക് എന്ത് മികച്ചതാക്കാം എന്നതാക്കിയിട്ട് കൂടുതൽ നമ്മളിലേക്കായിരിക്കണം ഫോക്കസ് എപ്പോഴും ചെയ്യേണ്ടത്. നമ്മളെ മികച്ചതാക്കി അപ്പോൾ നമ്മളുടെ പ്രവർത്തനത്തെ, നമ്മളുടെ കഴിവുകളെ നമുക്ക് പ്രവർത്തിക്കാനും പുറത്തിറങ്ങി നമ്മൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ള കഴിവുകൾ വരും. നമ്മൾ പലപ്പോഴും നമ്മളുടെ പല തോൽവികൾക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ നോ പറയാനുള്ള മടിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാൾ പറയുമ്പോൾ അതിനെതിരെ നമ്മൾ നോ പറയുമ്പോൾ നമ്മൾക്ക് ആ നോ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുറ്റബോധമാണ്. ആ പറഞ്ഞത് അയാൾക്ക് ഫീൽ ചെയ്തോ, ആരോടാണ് നമ്മൾ നോ പറഞ്ഞ ആൾക്ക് ഫീൽ ചെയ്തോ, ആൾക്ക് വിഷമമായോ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തകളാണ് നമ്മളെ നോ പറയുന്നതെന്നും നമ്മളെ വിലക്കുന്നത്. പക്ഷേ പല സ്ഥലത്തും നമ്മൾ ഈ നോ പറയാത്തതിൻ്റെ പേരിലാണ് നമ്മൾക്ക് തോൽവി ഉണ്ടാവേണ്ടത്. നമ്മൾ മറ്റൊരാളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോ പറയേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവിടെ നോ പറയാതെ യെസ് പറയുന്നതുകൊണ്ടാണ് അത് അയാളുടെ പ്രീതി കിട്ടിയെങ്കിലും മറ്റൊരാൾക്കതൊരു സന്തോഷം ആയെങ്കിലും കൂടിയിട്ട് നമ്മൾക്കതൊരു തോൽവിയായിരിക്കും. നമ്മളപ്പോൾ നോ എന്ന് പറയുന്നിടത്ത് കുറ്റബോധമില്ലാതെ നോ പറയാനുള്ളൊരു ധൈര്യം നമ്മളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾക്ക് പല സ്ഥലങ്ങളിലും നമ്മൾക്ക് തോൽവി ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ നോ പറയുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ പ്രീതി നമുക്ക് ലഭിക്കില്ല. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോ അവർക്ക് നമ്മളിലൊരു ശത്രുതയോ വെറുപ്പൊക്കെ ഉണ്ടാവുമെങ്കിലും നമ്മളുടെ ഉള്ളിലൊരു മനസ്സമാധാനം ഉണ്ടാവും. നമ്മളൊരു തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരണമെന്നുണ്ടെങ്കിൽ നോ എന്നുള്ളത് പറയാൻ ഒരു കുറ്റബോധവും ഉണ്ടാവില്ല. പക്ഷെ അത് ആർക്കും അത്ര പെട്ടെന്ന് ഉണ്ടാവുന്നൊരു സംഭവമല്ല. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രീതി നോക്കിയിട്ട് തന്നെയാണ് നമ്മളുടെ ആൻസർ പറയാറില്ലേ. നമ്മൾ പലപ്പോഴും നോ നമ്മൾ മടിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മളത് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത്. പക്ഷെ അത് നമ്മളുടെ ഒരു തോൽവിയാണ്. നമ്മളത് നമ്മൾ ആ നോ പറയുന്നതിലേക്ക് കൂടുതൽ വരുന്നോ, നമ്മൾ ആ നോ പറയാൻ ശീലിക്കുന്നതോ അപ്പോൾ തന്നെയാണ് നമ്മളെ മികച്ചതാക്കാനും നമ്മൾക്ക് കംഫർട്ടബിളായ കാര്യങ്ങളെക്കുറിച്ച് ആ ഒരു സ്ഥലത്തെ നമ്മൾ നിൽക്കാവൂ. നമുക്ക് കംഫർട്ടബിൾ അല്ല അല്ലെങ്കിൽ നമ്മൾക്ക് അത് കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയാനുള്ള ഒരു ധൈര്യം കാണിക്കാൻ ശ്രമിക്കണം. പെട്ടെന്നൊന്നും പറ്റില്ലെങ്കിലും കുറേശ്ശെ അത് ശ്രമിച്ച് വന്നെങ്കിൽ തന്നെയാണ് നമ്മളുടെ മനസ്സമാധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടി നമ്മുടെ മനസ്സമാധാനം കളഞ്ഞ് അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളുടെ ദുഃഖത്തിലേക്ക് വരും. അപ്പോൾ നോ പറയാൻ ശീലിക്കുക.